ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള എഗ്ഗ് സാൻഡ്വിച്ചാണ്. ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ ഇഫ്താർ ടൈമിലും സെർവ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു എഗ്ഗ് സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ടേസ്റ്റി എഗ് സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്താലും മതി. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 സവാള വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ ഇഫ്താർ ടൈമിലും സെർവ് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളുടെ സ്മെല്ല് മാറാൻ വേണ്ടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എഗ്ഗാണ്. 6 എഗ്ഗാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര സാൻഡ്വിച്ച് ആണോ ആവശ്യം അതിനനുസരിച്ച് എഗ്ഗും മറ്റ് ഇൻഗ്രീഡിയൻസുകളും എടുക്കുക. എഗ്ഗ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് സാൻഡ്വിച്ചിനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ജമൂനിലാണ് നമ്മൾ എഗ്ഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഓരോ ജമൂനിൻ്റെയും നടുഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് മയോനൈസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മയോനൈസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ എഗ് സാൻഡ്വിച്ചിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഈ ഒരു മിക്സ് ഇതിൻ്റെ ഉള്ളിലായിട്ട് നിറച്ച് കൊടുക്കാം. എത്രത്തോളം വെക്കാൻ പറ്റുന്നോ അത്രത്തോളം മിക്സ് വെച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.